ഇടുക്കി അണക്കരയിൽ ഗ്യാസ് ഏജൻസി ജീവനക്കാരെ തൂണിൽ കെട്ടിയിട്ട് മർദ്ദിച്ചതായി പരാതി. ഏജൻസി ജീവനക്കാരായ പ്രതീക്ഷ, ജിസ്മോൻ എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. ഗ്യാസ് കണക്ഷൻ നൽകുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. ഇരുവരും ആശുപത്രിയിൽ ചികിത്സ തേടി. മർദ്ദനത്തിൽ 2 പേരെ കുമളി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആഷിക്കൊണ്ട് വിവരങ്ങൾ നൽകാനായി. ആഷിക്ക്, നോക്കൂ, അങ്ങേയറ്റം നാണം കെടുത്തുന്ന ഒരു സംഭവമാണ് അണക്കരയിൽ ഉണ്ടായത്. ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്ന തരത്തിലുള്ള ഒരു സംഭവ വികാസങ്ങളും ഒന്നുമല്ല അവിടെ നടന്നത്. എന്താണ് നടന്നത്? അജയ്, കുമളിക്ക് സമീപം അണക്കരയിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. ഗ്യാസ് ഏജൻസി ജീവനക്കാരായ കിഴക്കേടത്ത് ഗ്യാസ് ഏജൻസിയിലെ ജീവനക്കാരായ പ്രതീക്ഷയ്ക്കും ജിസ്മോനുമാണ് ഇങ്ങനെ ക്രൂരമായ മർദ്ദനം ഏൽക്കേണ്ടി വന്നത്. അവിടെ ഗ്യാസ് കണക്ഷൻ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അവിടെ എത്തിയതായിരുന്നു, അണക്കരയിൽ എത്തിയതായിരുന്നു പ്രതീക്ഷയും ജിസ്മോനും. ആളുകളുടെ മസ്റ്ററിംഗ് പ്രവർത്തനം നടത്തിയിരിക്കുന്നതിനിടെ അതിനോട് എതിർപ്പുമായി ഒരു കൂട്ടം ആളുകൾ എത്തുകയും തുടർന്ന് ജിസ്മോനെയും പ്രതീക്ഷയും മർദ്ദിക്കുകയായിരുന്നു. ഈ മർദ്ദനത്തിന് നേതൃത്വം നൽകിയത് ആ പ്രദേശത്ത് കരിഞ്ചന്തയിൽ ഗ്യാസ് വിൽക്കുന്ന പാൽപാണ്ടി എന്ന് പറയുന്ന ആളാണ് പറയുന്നു. കൂടാതെ സ്ത്രീകളാണ് സംഘടിച്ച് പ്രതീക്ഷയെ മർദ്ദിച്ചത്. ജിസ്മോനെ കെട്ടിയിട്ട് ദീർഘനേരം മർദ്ദിക്കുകയും അസഭ്യം പറയുകയും അവഹേളിക്കുകയും ചെയ്തു. തുടർന്ന് ഈ വിവരം അറിഞ്ഞെത്തിയ കുമളി പോലീസാണ് ഇവരെ മോചിപ്പിക്കുന്നത്, ആശുപത്രിയിൽ എത്തിക്കുന്നത്, മറ്റ് നടപടികൾ സ്വീകരിക്കുന്നത്. ഏതായാലും ഈ സംഭവത്തിൽ 5 പേർക്കെതിരെ പോലീസ് ജാമ്യമില്ലാത്ത വകുപ്പുകൾ പ്രകാരം കേസെടുത്തിട്ടുണ്ട്. ശരി, മുഹമ്മദ് ആഷിഖാണ് വിവരങ്ങൾ നൽകിയത് ഇടുക്കിയിൽ നിന്നും.